അങ്ങയുടെ അജണ്ട നടപ്പാക്കാനാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് സഹകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ എറണാകുളം ജില്ലയിൽ മൊത്തം എത്ര ഹോൾഡിങ്ങുകളുണ്ട്, എത്ര വൻകിട ബോർഡുകളുണ്ട് ഒന്ന് പരിശോധിക്കുക. അതിൽ 75% ഹോൾഡിങ്ങുകളും ഇപ്പോ കോൺഗ്രസിന്റെ എഴുത്തുകൊണ്ട് നിറഞ്ഞിട്ടില്ലേ എന്നൊന്ന് നോക്ക്. ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ പോകണമെന്നേ, ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളത് ചർച്ച ചെയ്യുന്നത്. അതെ, പക്ഷെ അങ്ങ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് മാത്രം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിവിടെ കോടതി റദ്ദാക്കിയ ഒരു സർവേയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അല്ല, വളരെ മര്യാദപരമായി സൗഹാർദ്ദപരമായി ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകാം. അങ്ങയുടെ അജണ്ട നടപ്പാക്കാനാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് സഹകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ഉത്തരം, ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, എന്റെ വാചകങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്റെ പാർട്ടി നിയോഗിച്ച പ്രകാരം ഞാൻ വന്നതാണ്, അങ്ങയുടെ മനസ്സിലിരിപ്പ് പറയാൻ വന്നതല്ല ഞാൻ. അതുകൊണ്ട് കേൾക്കാൻ താങ്കൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഞാൻ ചർച്ചയിൽ തുടരാം. അല്ലെങ്കിൽ താങ്കൾക്ക് കൃത്യമായിട്ട് ഉത്തരം, അത് താങ്കൾ ഇഷ്ടപ്പെടുന്ന ഉത്തരം പറയാനുള്ളവരും അപ്പുറത്തുണ്ടാകും, അത് ചോദിച്ചാൽ മതി. കൃത്യമായി പറയുന്നു, 2020 ഉള്ള പോർട്ടലിലേക്ക് ആർക്കു വേണമെങ്കിലും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും പേര് രജിസ്റ്റർ ചെയ്യാൻ, സന്നദ്ധ പ്രവർത്തനം നടത്താൻ, ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. അവർക്കാണ് ട്രെയിനിങ് കൊടുത്തത്. അതിൽ ഏത് വിരുദ്ധ രാഷ്ട്രീയക്കാരുണ്ടാകാം, ഏത് ജാതിയിലും മതത്തിലും ഏത് രാഷ്ട്രീയത്തിലും ഉള്ളവരുണ്ട്. അത്തരത്തിലുള്ള ട്രെയിനിങ് ക്യാമ്പിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ആ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, അതുപോലെ പശ്ചാത്തല വികസന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്ക് തുടർച്ച വേണം. അതിന് ജനങ്ങളുടെ അഭിപ്രായം തേടണം. അതുപോലെ വികസനം ജനങ്ങളിലേക്ക് പ്രാദേശികമായിട്ട് എത്തണം. പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് നിർദ്ദേശമുണ്ടോ, അത് ക്ഷമയോടെ കേട്ടിരിക്കണം. അത് കൃത്യമായി കൂട്ടി യോജിപ്പിച്ച് എഴുതിയെടുത്ത് ആരോടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് അങ്ങ് പറയൂ. ആ പ്രസംഗം മുഴുവൻ ഇപ്പോൾ 1.5 മണിക്കൂറൊക്കെയുള്ള പ്രസംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ 3.5 മിനിറ്റ് ഭാഗമാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ഇത് നേരത്തെ തന്നെ വന്ന വാർത്തയാണ്, അതിലൊരു അത്ഭുതവുമില്ല എന്നങ്ങ് വിശദീകരിക്കുമ്പോൾ ആ പ്രസംഗം ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അങ്ങൊന്ന് വിശദീകരിക്കും. അത് ഇത്തരം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഗ്രാമപഞ്ചായത്തുകളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ, ജില്ലാ തലങ്ങളിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ട് വന്നിരിക്കുന്നവർക്ക് പോയി നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ദിവസത്തെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. അത് സമൂഹത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഈ വികസനവും ക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു ദിവസം ക്ലാസ് നയിക്കാൻ ശേഷിയുള്ളവർക്ക് വേണ്ടി എടുത്ത ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിലാണ്. അങ്ങ് 3.5 മിനിറ്റാണ് ചർച്ച ചെയ്യണമെങ്കിൽ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാല അല്ലെ, ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാല അല്ലെ, അതിൽ സർക്കാർ ജീവനക്കാരുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ വിരമിച്ചവരുണ്ടാകാം, സർക്കാർ ജീവനക്കാരുണ്ട്. അപ്പോൾ അതിലൊരു നിർബന്ധിത സ്വഭാവം, സർക്കാർ ജീവനക്കാരോട് നിങ്ങൾ സർവേ നടത്താൻ പറയുമ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കൂ എന്നുള്ളതല്ല, സർക്കാരിനെ കുറിച്ചുള്ള പുകഴ്ത്തൽ അവിടെ പോയി പറയൂ എന്നാണ് ആഹ്വാനം. അതാണ് ആ പ്രസംഗത്തിലുള്ളത്. തുടർഭരണം ഉണ്ടായാലേ കാര്യങ്ങൾ പുരോഗമനം ഉണ്ടാകൂ, വികസനം മുന്നോട്ട് പോകൂ. ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല. നിങ്ങളത് ക്ഷമയോടെ അവർക്ക് പറയാനുള്ളത് കേട്ട് അവരെ ബോധ്യപ്പെടുത്തണം. ഇത് പറയാനാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത്. എന്നിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് 20 കോടി എടുത്ത് നിങ്ങൾക്ക് മൂന്നാം ഊഴത്തിന് വേണ്ടി നിങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് സർവേ നടത്തുന്നു അല്ലേ? അത് തെറ്റാണ്. താങ്കൾ പറഞ്ഞത് സർവേ എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ലാതെ, സർവേ എടുക്കാൻ പോകുന്നത് പഞ്ചായത്ത് തലത്തിലും നിയമസഭാ മണ്ഡല തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ആളുകളുണ്ട്. ഇത്തരത്തിൽ സർവേക്ക് പോകുന്നവർക്ക് 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന തുടർ ക്ലാസുകളുണ്ട്. ആ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ പാകത്തിന് സെലക്ട് ചെയ്യപ്പെട്ട വിവിധ മേഖലകളിൽ ഇത്തരം സാക്ഷരതാ പ്രവർത്തനം, അതുപോലെ തന്നെ ജനകീയാസൂത്രണ പ്രവർത്തനം, അതുപോലെ തന്നെ കോവിഡ് നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വളരെ ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങിയ വികസന, സേവന, പശ്ചാത്തല വികസന രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ പ്രധാനമായും അങ്ങ് സൂചിപ്പിക്കുന്ന ഒരു വാചകം ഏത്, വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം എന്നതാണ്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം എന്നുള്ളത് ഇനിയും പറയും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് 2016 മുതൽ 2021 വരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി 2021 മുതൽ 2026 വരെയുള്ള ഗവൺമെന്റ് മാറിയത്. ഇപ്പോ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷത്തിലേക്ക് വീടെത്തിയത്, അതുപോലെ പട്ടയ വിതരണം 4 ലക്ഷത്തിലേക്കായത്, PSC വഴിയുള്ള ജോലി 3.5 ലക്ഷത്തിലേക്കായത്, ഇതെല്ലാം കഴിഞ്ഞ 10 വർഷത്തെ നേട്ടത്തിന്റെ തുടർച്ചയാണ്. ആ തുടർച്ചയ്ക്ക് വേണ്ടി, ആ നേട്ടങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി ഇനിയും ഇടപെടും. നിരവധി പേർ പങ്കെടുത്ത പരിപാടി ആയിരുന്നില്ല. സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധിതമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന തരത്തിലാണെങ്കിൽ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ പോലും അങ്ങ് അംഗീകരിക്കാൻ തയ്യാറല്ലല്ലോ. ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ച കത്തുണ്ടല്ലോ, ആ കത്ത് പുറത്തു വന്നതാണല്ലോ. പാർട്ടി സെക്രട്ടറി നിർദ്ദേശിച്ച കാര്യങ്ങൾ
നിങ്ങൾ സർവേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെയാണല്ലോ ഇങ്ങനെ സർവേക്ക് മന്ത്രിസഭ അനുമതി നൽകുന്നത്. ബാക്കി പാർട്ടികളുടെ കൂടെ പ്രതികരണം നമുക്ക് തരണമല്ലോ. അബിൻ വർക്കിയിലേക്ക് പോകുന്നു. ശ്രീ അബിൻ വർക്കി, ഇത് സർക്കാർ ജീവനക്കാർക്കുള്ള നിർദ്ദേശമോ ആഹ്വാനമോ ആയിരുന്നില്ല. ഈ പറഞ്ഞ ഈ വോളണ്ടിയറായി തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാരാകാൻ സർവഥാ സന്നദ്ധരായി വന്നവർക്ക് നൽകിയ നിർദ്ദേശം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്ന് പുറത്തു വന്ന ഓഡിയോയെക്കുറിച്ച് CPM-ന്റെ വിശദീകരണം. എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്ന്, ഇത് ശ്രീ അരുൺകുമാർ പറഞ്ഞതിലെ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഇതിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. അത് 2016 ഇവർ അധികാരത്തിൽ വന്നു, 2021 ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇങ്ങനൊരു സർവേ ഇവർ LDF നടത്തുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പൊന്നുമില്ല. അതിപ്പോൾ LDFിൻ്റെ പണം എടുത്ത് അവർ പണം പിരിച്ചോ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പണം എടുത്തോ ഒക്കെ അവർ നടത്തുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു വിയോജിപ്പില്ല. ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? ഇത് സർക്കാർ ഖജനാവിൽ നിന്നാണ് വരുന്നത്. എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് 20 കോടി രൂപയുടെ ഹെഡ് തന്നെ കിടക്കുന്നത് സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്നുള്ള ഹെഡിലാണ്. 20 കോടി രൂപയുടെ ഹെഡ് തന്നെ കിടക്കുന്നത്. ആ ഹെഡ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട്. 2, ഈ പോർട്ടലുമായി ബന്ധപ്പെട്ട് ശ്രീ അരുൺകുമാർ പറഞ്ഞതിന് ഹൈക്കോടതി വളരെ കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. ഇപ്പോൾ 2020 പോലെ ആ പോർട്ടൽ രൂപീകരിച്ച സമയത്തെ പ്രത്യേകമായ സാഹചര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. 3, അദ്ദേഹം ഒരു കർമ്മസേനയുമായി ബന്ധപ്പെട്ടാണ്. ഈ കർമ്മസേനയാണല്ലോ ഇത് ചെയ്യുന്നത്. ഈ കർമ്മസേന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തന്നെ 1/1/2020 അന്നത്തെ കോവിഡിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തമായിട്ടും ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ ആയിരുന്നു എന്നുള്ളത് ഹൈക്കോടതി വളരെ കൃത്യമായി ആ ഓർഡറിലൂടെ പറഞ്ഞിരിക്കുകയാണ്. 2, ഇത് രാഷ്ട്രീയ ക്യാമ്പയിനാണ് എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഈ ഉത്തരവ് വരുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഈ പണി ചെയ്യേണ്ടത് ആരാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയാണ്. LDFിൻ്റെ ആളുകൾ വേണം ചെയ്യാൻ, LDFുമായി അനുഭാവമുള്ളവർ വേണം ഇത് ചെയ്യാൻ, അങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വേണം ഇത് ചെയ്യാൻ. ഇത് വളരെ കൃത്യമായി സർക്കുലറിലൂടെ പുറത്തു വന്ന കാര്യമാണ്. 3, ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശമായി ഇന്ന് പുറത്തു വന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ഓഫീസോ ഇന്നേ വരെ അതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം വരുന്നത് എന്താ? ഇത് തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാണ്. തുടർഭരണം വേണമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. തുടർഭരണം വേണമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണമെങ്കിൽ അത് രാഷ്ട്രീയ ക്യാമ്പയിനാണ്. അതിന് രാഷ്ട്രീയപരമായി LDF പണം മുടക്കണം. അല്ലാതെ ഞാനും സ്മൃതിയും അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരനും ഒക്കെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് LDFന് രാഷ്ട്രീയ ക്യാമ്പയിൻ ഒരുക്കാനുള്ള വഴി ഉണ്ടാക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊരു PR തന്ത്രമായിരുന്നുവെന്നും ഈ PR തന്ത്രം പാളി എന്നുള്ളത് നമ്മൾ പറയാനുള്ള കാരണം. ഇത് കുറെ കാലമായി, ഇത് ഏതെങ്കിലും ഒരു നവകേരള സർവേയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ. കാരണം ഇന്ന് ഈ നാട്ടിലൂടെ പോയാൽ മുഴുവൻ ഹോർഡിങ്ങുകൾ. എന്താണ് ഈ വലിയ ഹോർഡിങ്ങുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്? എന്താ? സഖാവ് പിണറായി വിജയൻ്റെ വലിയ മുഖം, സർക്കാരിൻ്റെ വലിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നമുക്കൊന്നായി തുടരണമെന്നാണ് പറയുന്നത്. നമുക്കൊന്നായി തുടരണമെന്നുള്ളത് ആരുടെ ക്യാമ്പയിനാണ്? ഇവരുടെ രാഷ്ട്രീയ ക്യാമ്പയിനാണ്. ആ രാഷ്ട്രീയ ക്യാമ്പയിന് വേണ്ടി ഈ നാട്ടിലെ ഹോർഡിങ്ങുകൾക്ക് വേണ്ടി പണം മുടക്കിയിരിക്കുന്നത് എൻ്റെ നിങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. ഈ നാട്ടിലെ ഏത് KSRTC ബസ് എടുത്താൽ നമുക്കിപ്പോൾ സഖാവ് പിണറായി വിജയൻ്റെ തല തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ KSRTC ബസ്സുകളിലെ ക്യാമ്പയിൻ എന്താണ്? അതും ഇത് തന്നെയാണ്, രാഷ്ട്രീയ ക്യാമ്പയിനാണ്. 3, ഈ നാട്ടിലെ മുഖ്യധാരാ ചാനലുകളിലെ സീരിയലുകളിൽ പോലും എന്തൊക്കെയാണ്, സീരിയലുകളിൽ പോലും പണം മുടക്കിക്കൊണ്ട് വളരെ വളരെ യാദർശികമായി വന്നവണ്ണം ഈ സർക്കാരിനെ അങ്ങ് പ്രകീർത്തിക്കാൻ കുറേ സിനിമാ നടിമാരും കുറേ സീരിയൽ നടിമാരും അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ PR ആണ് എന്ന് മനസ്സിലാക്കാൻ പാകത്തിന് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഇത് അരിയാഹാരമാണ് കഴിക്കുന്നതെന്ന് CPM-ന്റെ ആളുകൾ മനസ്സിലാക്കിയാൽ നന്നാണ്. ഇങ്ങനെ വലിയ PR വർക്കുകളുടെ വലിയ മേളമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതിന് ഹൈക്കോടതി കൊടുത്ത കനത്ത തിരിച്ചടിയാണ്, മുഖത്തടിച്ച അടിയാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് സാങ്കേതികമായ തിരിച്ചടി മാത്രം, സാങ്കേതികമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കൽ മാത്രം എന്നുള്ള വാദമാണ് മറുവാദമായി ഉയരുന്നത്. രാഷ്ട്രീയമായ തിരിച്ചടിയായി കണക്കാക്കാനാവില്ല എന്ന്. അല്ല, രാഷ്ട്രീയമായല്ലേ ഇതിൻ്റെ തിരിച്ചടി വരുന്നത്? അല്ലെങ്കിൽ സർക്കാർ പണം മുടക്കി നാട്ടിൽ LDFകാരൻ മാനിഫെസ്റ്റോ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്താനും ശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് നടക്കില്ല, ഇത് പോസിബിൾ അല്ല എന്ന് പറയുന്നത് ഇത് സാങ്കേതികമായ തിരിച്ചടിയാണോ രാഷ്ട്രീയമായ തിരിച്ചടിയാണോ? ഇത് മാത്രമല്ല, ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഈ സർക്കാരിൻ്റെ മുഖം വികൃതമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. എത്രമാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് സ്മൃതി, ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കേരളത്തിലെ മുഖ്യധാരാ ചാനലുകൾക്ക് കോൺക്ലേവ് കൊടുക്കുന്നു. സർക്കാർ പണം മുടക്കിയല്ലേ, PR-ന്റെ ഭാഗമല്ലേ. പല കോൺക്ലേവുകളും ഇപ്പോൾ നടന്നല്ലോ. അത് പല മുഖ്യധാരാ ചാനലുകളും അതിൻ്റെ ടൈപ്പായിരുന്നല്ലോ. സർക്കാർ പണം കൊടുത്ത് കോൺക്ലേവ് നടത്തി ഈ നാട്ടിലെ ഭരണ നേട്ടങ്ങൾ പറയാനെന്ന വണ്ണം ഭരണത്തിൻ്റെ വലിയ രീതിയിലുള്ള പരാജയം മറച്ചു പിടിക്കുകയല്ലേ ചെയ്തത്.
അത് മാത്രമല്ല ഈ നാട്ടിൽ എത്രയോ കാര്യങ്ങളിൽ ഇങ്ങനെ അനാവശ്യമായ PR വർക്കുകൾ നടത്തി നാട്ടിലെ സാധാരണക്കാരന് ഇവിടെ ഇപ്പം ഞാനിങ്ങ് കയറുന്ന വഴിക്ക് ഞാനിപ്പോൾ റിപ്പോർട്ടറിൻ്റെ സ്റ്റുഡിയോയിലല്ലേ ഇരിക്കുന്നത്, റിപ്പോർട്ടറിൻ്റെ സ്റ്റുഡിയോയിൽ താഴെ ചായക്കട നടത്തുന്ന ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞത് 1.25 കൊല്ലമായി ക്ഷേമനിധിയിൽ നിന്ന് പണം കിട്ടുന്നില്ല. 1.25 കൊല്ലമായി. എന്നോടൊന്നും ഇങ്ങ് കയറി വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോകാ ഇതൊന്ന് ചാനലിൽ പറയണം മോനെ എന്ന് പറഞ്ഞതാ. ഇങ്ങനെ 1.25 കൊല്ലമായി 2 കൊല്ലമായി ക്ഷേമനിധിയിൽ നിന്ന് പണം കിട്ടാത്ത, ഈ നാട്ടിലെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഇങ്ങനെയൊരു സന്നിധ ഘട്ടത്തിൽ കോടികൾ മുടക്കി ഇവിടെ PR വർക്ക് നടത്തി എത്രമാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആ വെളുപ്പിക്കലിനൊന്നും കേരള ജനത നിന്നു കൊടുക്കില്ല എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നലത്തെ കോടതി വിധിയിലൂടെയും അതിനുശേഷമുണ്ടായ ജനവികാരത്തിലൂടെയും മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഈ സർക്കാരിൻ്റെ മേൽ ഏറ്റ വലിയ തിരിച്ചടി തന്നെയാണ്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ, കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ജനം ഇതിനെ എങ്ങനെയാണ് കാണുക എന്നൊരാലോചന നിങ്ങൾക്കില്ലേ? ജനം ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു? നിങ്ങൾ 85 ലക്ഷം വീടുകളിലേക്ക് പോകാനായിരുന്നു പരിപാടി. അതിന് 85,000 വോളണ്ടിയർമാരെ വിടുക എന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ നിങ്ങൾക്ക് അത്രയും വോളണ്ടിയർമാരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6 ലക്ഷം വീടുകളിലേക്ക് ഇതുവരെ പോകാനായിട്ടുള്ളൂ എന്നാണ് ഞാൻ വാർത്തയിൽ വായിച്ചത്. എനിക്ക് അതിൻ്റെ കണക്കിന് കൃത്യമായ ആധികാരികതയൊന്നും എനിക്കറിയില്ല. 6 ലക്ഷം വീടുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാനായത്. മാത്രമല്ല ഇനിയിപ്പോൾ ദിവസങ്ങളേ ഉള്ളൂ, 28-ാം തീയതിക്കകം പൂർത്തിയാക്കേണ്ട സർവേ ആയിരുന്നു. ഇങ്ങനെ ഒരു സർവേ പാർട്ടി ഫണ്ടല്ല, ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ച് ചെയ്യുന്നതിനെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? നിങ്ങൾക്ക് ഈ ഭരണം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ നിങ്ങളുടെ അടുത്ത പരിപാടിക്ക് 3-ാം ഊഴത്തിന് എങ്ങനെയാണ് ഈ പണം ഉപയോഗിക്കുക? അതെങ്ങനെയാണ് നിങ്ങൾക്ക് ജനങ്ങളോട് വിശദീകരിക്കാൻ പറ്റുക അഡ്വക്കേറ്റ് അരുൺകുമാർ? ഞാൻ അതിലേക്ക് വരാം. ഈ ചേക്കുട്ടി മാഷ് ഇപ്പോൾ പറഞ്ഞ് ജാഗ്രതയുള്ള യുവാക്കൾ നടത്തിയ പ്രവർത്തനം 2 തവണ അത് ആവർത്തിച്ചു. ആ ചൂരൽമല മുണ്ടക്കയിലെ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ 3ാമത് ഉള്ളതിൽ ഒരു ആപ്പ് ഉണ്ടാക്കി കോടികൾ പിരിച്ച് അക്കൗണ്ടിൽ വന്ന് പത്രസമ്മേളനം നടത്തി ഇത്ര കോടി ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നു, ഇത്ര ലക്ഷം വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീട് പോയിട്ട് ഒരു തറക്കല്ലിടാൻ പോലും പറ്റാത്ത പാർട്ടി, ആ യുവാക്കളുണ്ടല്ലോ, ജാഗ്രതയുള്ള യുവാക്കൾ, പാപ്പ് മുക്കി, കോടികൾ മുക്കി, ലക്ഷങ്ങൾ മുക്കി, ആ ജാഗ്രതയുള്ള യുവാക്കൾ നടത്തുന്ന പ്രവർത്തനത്തെ അങ്ങ് പ്രകീർത്തിച്ചു. അപ്പോൾ അങ്ങയുടെ കണ്ണ് ഒരു സൈഡിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ PR വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി എന്റെ സുഹൃത്ത് പറയുകയുണ്ടായി. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. UDFന്റെ കാലത്ത് 2011 മുതൽ 16 വരെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. 5 ജനസമ്പർക്കം. അതായത് ഒരു പ്രദേശത്തേക്ക് പാവപ്പെട്ട രോഗികളെ മുഴുവൻ സ്ട്രക്ചറിലൊക്കെ ആംബുലൻസിൽ കൊണ്ടുവന്ന് അവർക്കിടെ മാർക്കിട്ട് അപ്പം തന്നെ പൈസ കൊടുക്കുന്നത്. അതിലാകെ 100 കോടി രൂപ വിതരണം ചെയ്യാൻ വേണ്ടി പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചത് 22,70,3174. അതായത് 1/5 രൂപ പലിശ പരസ്യത്തിന് വേണ്ടി 100 കോടി മൊത്തം വിതരണം ചെയ്യാൻ 22,79,00,000 മുടക്കിയ പാർട്ടിയാണ് ഇപ്പൊ PR-നെ കളിയാക്കുന്നത്. ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ഈ എറണാകുളം ജില്ലയിൽ മൊത്തം എത്ര ഹോൾഡിങ്ങുകളുണ്ട്, എത്ര വൻകിട ബോർഡുകളുണ്ട് ഒന്ന് പരിശോധിക്കേ. അതിൽ 75% ഹോൾഡിങ്ങുകളും ഇപ്പോ കോൺഗ്രസിന്റെ എഴുത്തുകൊണ്ട് നിറഞ്ഞിട്ടില്ലേ എന്നൊന്ന് നോക്ക്. അപ്പൊ ആരാണ് PR നടത്തുന്നത്, ആരാണ് പണം മുടക്കുന്നത് ഒക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ബോധ്യമുണ്ട്. അപ്പൊ ഇത് പറയുമ്പോൾ അങ്ങ് മാറ്റിവെച്ച് കോൺഗ്രസിനെ അങ്ങ് വെളുപ്പിച്ച് പറയുക. അപ്പൊ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറയാം. ഒറ്റ കാര്യം പറയാം, അങ്ങ് ഇടപെടരുത്. കോടതി വിധിയുടെ നിയമപരമായിട്ടുള്ള പ്രശ്നത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. SLP ഓൾറെഡി ഫയൽ ചെയ്തു, ഫിസിക്കൽ കോപ്പിയും ഫയൽ ചെയ്തു. വരുന്ന ദിവസം തന്നെ അത് കോടതി പരിഗണിക്കും. അതിൽ കൃത്യമായിട്ടുള്ള നീതി നിർവഹണം ഉണ്ടാകും എന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ നിങ്ങൾ വാദിക്കാൻ പോകുന്നത് എന്താണെന്ന് വിശദീകരിക്കാമോ? സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വാദിക്കാൻ പോകുന്നത് എന്താണെന്ന് വിശദീകരിക്കാമോ? ഹൈക്കോടതി കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്തത് ഒരു സുപ്രീം കോടതി വിധിയാണ്. ആ വിധി MRF-ഉം മനോഹർ പരീഖുമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ്. ആ ജഡ്ജ്മെന്റിൽ ഒരു മന്ത്രി സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യതയോ നഷ്ടമോ വരുത്തുന്ന ഒരു പ്രവൃത്തി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയോ മന്ത്രിസഭയുടെയോ അനുവാദമില്ലാതെ നടത്തി കഴിഞ്ഞാൽ അത്തരത്തിൽ നടത്താൻ പാടില്ല എന്നുള്ളൊരു വിധിയാണ് സുപ്രീം കോടതി കോട്ട് ചെയ്തത്. എന്നാൽ ഇവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കൺകറൻസ് ഉണ്ട്, ക്യാബിനറ്റിന്റെ കൃത്യമായിട്ടുള്ള അംഗീകാരമുണ്ട്, സാമ്പത്തിക ഭരണാനുമതിയുണ്ട്, അതുപോലെ ബജറ്റ് മാനുവലിന്റെയും ഫിനാൻഷ്യൽ കോഡിന്റെയും എല്ലാം നടപടിക്രമം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. പ്രോഗ്രാമിലോ അതിന്റെ അംഗീകാരത്തിലോ നടത്തിപ്പിലോ യാതൊരു തരത്തിലുള്ള അഴിമതി ആരോപണവും ഹൈക്കോടതിയുടെ മുൻപാകെ ഇല്ല. അപ്പോൾ നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി കോട്ട് ചെയ്ത സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം, മനോഹർ പരീഖിന്റെ വിധിന്യായം ഇതിൽ ബാധകമല്ല എന്നതാണ് ഒന്നാമത്തെ വാചകം. രണ്ടാമത്തെ വാചകം ഇവിടെ പറയുന്നത് കൃത്യമായി ബജറ്റ് അലോക്കേഷൻ പ്രകാരം 4.16 കോടിയല്ലേ ഉള്ളൂ, അത് 20 കോടി രൂപ ചെലവാകുമല്ലോ. അപ്പൊ ബജറ്റിൽ അലോക്കേഷൻ ഇല്ലാതെ ഇങ്ങനെ ചെലവാക്കുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 205(1)(b) പ്രകാരം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് അധികാരം. ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ഒരു ഇടപെടലിന് പണം നിശ്ചയിച്ചതിൽ കൂടുതലായി കഴിഞ്ഞാൽ
പിന്നീട് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ശേഷം സംസ്ഥാന നിയമസഭയുടെ അനുവാദം മേടിച്ചാൽ മതി. It is part of the supplementary, additional or expenses grant of provision allowing regularization of excess spending എന്ന് തന്നെ ആർട്ടിക്കിൾ 205(1)(b) പ്രകാരം ഈ പദ്ധതി കഴിഞ്ഞ് നിയമസഭയുടെ അംഗീകാരം തേടിയാൽ മതി. ഇത് തന്നെയാണ് ഇപ്പൊ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഉൾപ്പെടാത്ത പല പദ്ധതികളും ഗവൺമെന്റ് നടപ്പാക്കും. ഈ ബജറ്റ് എത്ര അവതരിപ്പിച്ച് 2025 ഫെബ്രുവരി മാസത്തിലല്ലേ? അന്ന് ഇത്തരത്തിലുള്ള ഒരു സർവേയെ കുറിച്ചുള്ള ഒരു ആശയമില്ല. പക്ഷെ PRDക്ക് വേണ്ടി പണം മാറ്റിവെച്ചിട്ടുണ്ട്. അത് എല്ലാ ഗവൺമെന്റും മാറ്റിവെക്കുന്നത് തന്നെയാണ്.